കിച്ചുവിൻ്റെ പെങ്ങളുടെ വീട്ടിൽ വന്നതായിരുന്നു. ഒരു സർപ്രൈസ് സെൻറ്റർ കൊടുത്തതായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഫ്രണ്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചിട്ട് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം അവർ ചോദിച്ചു, മാമ ഞങ്ങളൊന്ന് പുറത്ത് കൊണ്ടുപോകുമെന്ന് ചോദിച്ചോട്ടെ കിച്ചുവേട്ടൻ്റെ അടുത്ത്. നമുക്കൊന്ന് പുറത്ത് കറങ്ങാൻ പോയാലെന്ന് ചോദിച്ചു. അപ്പോൾ കിച്ചുവേട്ടൻ പിന്നെ പിള്ളേർ പറഞ്ഞല്ലേ വേറെ ഒന്നും നോക്കണ്ട, വാ വണ്ടി എടുക്കുക പോവാന്ന് പറഞ്ഞു. ചേച്ചി വന്നില്ല കേട്ടോ, പിള്ളേർ മാത്രം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം അതാണ് 1 മിനിറ്റ് 6 മണിയായിട്ടുണ്ട്. അപ്പോൾ എങ്ങോടെങ്കിലും പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. പക്ഷെ ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ പോതങ്കട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങോട്ട് പോകണ്ടെന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ ഇനി ക്ലോസ് ചെയ്തൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഇഞ്ചത്തൊട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങോട്ട് ഈ ഒരു സമയമായിട്ട് കയറ്റി വിടുന്നൊന്നും അറിയത്തില്ല. ഒരു 6 മണി കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 6 അങ്ങോട്ട് ആവാറായിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ഭയങ്കര ഇൻട്രസ്റ്റിലാട്ടെ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കേട്ടോ, ഇഞ്ചത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലോസ്ഡ് ഒന്നും അല്ല കേട്ടോ, ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു അത്യാവശ്യം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ തന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചാൽ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ തൂക്കുപാലം കയറി. അത് ചെല്ലുമ്പോൾ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. ചെറിയ പൊടി ചാറ്റൽ മഴയായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര വൈബായിരുന്നു. ചെറിയ ചാറ്റൽ മഴ ഉള്ളെങ്കിലും ഞങ്ങളുടെ പ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ പാലം കിടന്ന് ഭയങ്കര കുലുക്കായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ മാത്രം ഉള്ളതുകൊണ്ടാണ് വലിയ കുലുക്കൊന്നും ഉണ്ടായില്ല. അപ്പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പുറ സൈഡങ്ങ് എത്തിക്കഴിഞ്ഞ് പമ്പോ പോരും മഴ, ശക്തമായിട്ടുള്ള മഴയായിരുന്നു കേട്ടോ. അതിക്ക് മുന്നേ ഞങ്ങൾ ഇപ്പുറം വന്ന് ചാടി കേട്ടോ. അവിടെ നിൽക്കാൻ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും നല്ല മഴ എന്ന് വെച്ചാൽ നല്ലൊരു മഴ. ഞങ്ങൾ കുടയൊക്കെ എടുത്തോണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് അവിടെ പോയി കൈയും കാലൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു കൂട്ടാ ഇങ്ങോട്ട് പോകാമെന്നും പറഞ്ഞു. ഞങ്ങളിൽ 2 കൂടെ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞങ്ങളുടെ കയ്യിലും ഒരെണ്ണം കുട്ടീസിൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ മാത്രമായിരിക്കുമെന്ന്. പക്ഷെ ഞങ്ങളെല്ലാം കണ്ട് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ നിന്ന് വേറെ കുറേ ആൾക്കാർ കുടയും ചൂടി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു ദൈവം ഈ മഴയത്ത് ഇവർ എന്ത് കാണാൻ വേണ്ടി പോകണമെന്ന് വിചാരിച്ചു. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. താഴെയാണെന്ന് ചേട്ടന്മാരൊക്കെ അവിടെ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊരു നോക്കി നിന്നു കേട്ടോ. അപ്പോൾ മീനെയൊക്കെ പിടിച്ചത് അവിടെ കരയിലിട്ടിട്ടുണ്ട്. വെള്ളത്തിന് ശക്തി ഉണ്ടോ, ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി ഭയങ്കര മഴ പൂർണ്ണേക്കാളും മുന്നേ വിട്ടു പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് വിട്ടുപോയി. അങ്ങനെ വലിയ കാര്യമായിട്ട് നനഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി. ഞങ്ങൾ ഒരു പ്ലാനും ഇല്ലാണ്ട് ചുമ്മാ അങ്ങ് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ചെന്നപ്പോൾ കിച്ചനടുത്ത് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു പിള്ളേർ. എന്നാൽ പിന്നെ കിച്ചനും പറഞ്ഞു അതിനിപ്പോൾ നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ 6 മണിയൊക്കെ ആയി. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമാണ്, ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് എന്താ വാങ്ങിച്ചത്, നമ്മൾ കുഴിമന്തിയാണ് കേട്ടോ വാങ്ങിച്ചത്. കുഴിമന്തി വാങ്ങിച്ചു. കുണ്ണാണ് ഏറ്റവും ഹാപ്പി. അവൻ ചുറ്റുമാരൊക്കെ കൂടെ ഭയങ്കര അടിച്ചു പൊളിച്ച് അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ ഓരോ കുടയിൽ ഓരോരുത്തരെ കൊണ്ടേ വണ്ടിയിലായിട്ട് കയറ്റുമായിരുന്നു കേട്ടോ. ഞങ്ങൾ അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര വൈബായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭയങ്കര രസമായിരുന്നു. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. കുറച്ച് സമയം കിട്ടിയോളും എന്നാലും പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. ഇതാണ് കേട്ടോ കിച്ചുവിൻ്റെ പെങ്ങള്, കസിൻ ചേച്ചിയാണ്. അവരവിടെ കൊണ്ടുപോയി ആക്കി. അപ്പോൾ ഇന്നത്തെ കുട്ടി